വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ശബരിമല യുവതീ പ്രവേശനത്തിൽ വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി സർക്കാർ സത്യവാങ്മൂലം സമർപ്പിച്ചു. സ്ത്രീ പ്രവേശനത്തെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യാത്ത മുൻ നിലപാട് ആവർത്തിക്കുന്നതായിരുന്നു സർക്കാർ മറുപടി. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ മതപണ്ഡിതന്മാരുടെ അഭിപ്രായം തേടണമെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. കോടതി ഉന്നയിച്ച ഭരണഘടനാപരമായ 7 ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയാണ് സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്. ഭരണഘടന അനുച്ഛേദം 25(1) ഓരോ പൗരനും ചിന്ത, അഭിപ്രായം, മതം എന്നിവയ്ക്കുള്ള മനസാക്ഷി സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. ഒരു മതത്തിന്റെ ആചാരം ആ മതത്തിന്റെ അനിവാര്യ ഘടകമാണോ അവിഭാജ്യ ഘടകമാണോ എന്ന് പ്രാഥമികമായി ആ മതത്തിന്റെ സിദ്ധാന്തങ്ങളെ പരാമർശിച്ച് ഉറപ്പാക്കേണ്ടതുണ്ട്. ഒരു മതപരമായ ആചാരം മതത്തിന്റെ അവിഭാജ്യ ഘടകമാണോ അല്ലയോ എന്ന ചോദ്യം തീരുമാനിക്കുമ്പോൾ പരിശോധന എല്ലായ്പ്പോഴും ആ മതത്തെ പിന്തുടരുന്ന സമൂഹം അത് അങ്ങനെ കണക്കാക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് പരിഗണിക്കണം. ദോഷകരമോ രാജ്യത്തെ നിയമത്തെ അവഹേളിക്കുന്നതോ പൊതുനയത്തിനോ സാമൂഹിക മാന്യതയ്ക്കോ വിരുദ്ധമായി കണക്കാക്കപ്പെടുന്ന ഒരാചാരവും മതപരമായ ആചാരമായി അംഗീകരിക്കാൻ കഴിയില്ല. അതേസമയം ആചാരം ന്യായമോ യുക്തിസഹമോ ആയി തോന്നുന്നുണ്ടോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ കോടതി തീരുമാനിക്കരുത്. പകരം ആ വിശ്വാസം മതസമൂഹം യഥാർത്ഥമായും ആത്മാർത്ഥമായും പിന്തുടരുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. മതപരമായ ആചാരത്തിന്റെ ഏതെങ്കിലും ജുഡീഷ്യൽ അവലോകനം നടത്തുന്നത് ആ മതത്തിലെ പ്രശസ്തരായ മതപണ്ഡിതന്മാരുടെയും പ്രശസ്തരായ സാമൂഹിക പരിഷ്കർത്താക്കളുമായും വിപുലമായ കൂടിയാലോചനയ്ക്ക് ശേഷമായിരിക്കണം. ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മുൻകാല അനുഭവങ്ങളും സ്ത്രീ ഭക്തർ ഉൾപ്പെടെയുള്ള ഭക്തരുടെ പ്രതികരണവും ഈ വാദത്തെ പിന്തുണയ്ക്കുന്നതാണെന്നും സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി. പൊതുതാൽപര്യ ഹർജികളിൽ പൊതുജന താൽപര്യമുള്ള പൗരന്മാർക്കോ സംഘടനകൾക്കോ പൊതുതാൽപര്യം സംരക്ഷിക്കുന്നതിനായി കോടതിയെ സമീപിക്കാം. എന്നാൽ സാധാരണയായി ആ മതത്തിലോ വിഭാഗത്തിലോ ഉൾപ്പെടാത്ത ഒരാൾ അതിന്റെ ആഭ്യന്തര മതപരമായ ആചാരങ്ങൾക്കെതിരെ ഹർജി നൽകിയാൽ അത് പരിഗണിക്കാനാവില്ലെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. ലീഗൽ ഡെസ്ക്, ന്യൂസ് മലയാളം. ശബരിമല യുവതീ പ്രവേശനത്തിൽ മുൻനിലപാടിൽ നിന്നും പിന്നോട്ടു പോകുമെന്ന് സൂചന നൽകി ഇടത് നേതാക്കളും സർക്കാരും. സർക്കാർ എല്ലാ കാലത്തും വിശ്വാസികളുടെ താൽപര്യം മുൻനിർത്തി മുന്നോട്ടു പോകുമെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞു. ശബരിമല യുവതീ പ്രവേശനത്തിൽ സ്ത്രീകൾക്ക് അനുകൂലമായ നിലപാടാണ് CPIM-നുള്ളതെന്നും എന്നാൽ പാർട്ടി നിലപാട് സർക്കാരിൽ അടിച്ചേൽപ്പിക്കില്ലെന്നുമായിരുന്നു ജനറൽ സെക്രട്ടറി MA ബേബിയുടെ പ്രസ്താവന. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് യുവതീ പ്രവേശന നിലപാടിൽ നിന്ന് സർക്കാർ പിന്നോട്ടു പോയതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. ശബരിമല യുവതീ പ്രവേശനം വേണമെന്ന സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട സംസ്ഥാന സർക്കാർ ഒടുവിൽ നിലപാട് മാറ്റുകയാണ്. വിശ്വാസികളുടെ താൽപ്പര്യങ്ങൾ മുൻനിർത്തി മുന്നോട്ടു പോകുമെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞു. യുവതീ പ്രവേശനം സംബന്ധിച്ച കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് ആചാരപരമായ കാര്യങ്ങളിൽ പാണ്ഡിത്യമുള്ളവരും സാമൂഹിക പരിഷ്കർത്താക്കളുമാണെന്ന മുൻ സത്യവാങ്മൂലത്തിലെ നിലപാടും മന്ത്രി ഓർമ്മിപ്പിച്ചു. വിശ്വാസികൾക്കൊപ്പമാണ് ഞാൻ പറഞ്ഞു, അത് പാർട്ടി സെക്രട്ടറി പറഞ്ഞു തന്നെ ഞാനിപ്പോഴും പറഞ്ഞു. ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് എല്ലാ കാലഘട്ടത്തിലും. 2007 അഫിഡവിറ്റിനകത്ത് ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ആചാരപരമായ കാര്യത്തിൽ പാണ്ഡിത്യമുള്ളവരായിരിക്കണം എന്ന കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിച്ചാൽ അതിന് എതിരെ വർത്തമാനം പറയാൻ നമുക്ക് അവകാശമുണ്ട്. രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിന്റെ ഒരു വിധിയാണ്. ആ വിധി ഉണ്ടാക്കിയതാരാ? BJPയുടെ ഡൽഹിയിലെ വനിതകളായിട്ടുള്ള വക്കീലന്മാർ. അവരെന്നിട്ട് ഇതിനകത്ത് ഒളിച്ചു കളിക്കുകയല്ലേ? യുവതീ പ്രവേശനത്തിന്റെ കാര്യത്തിൽ മാറിയ സാമൂഹ്യ സാഹചര്യത്തിൽ സർക്കാരിന് പുതിയ നിലപാട് സ്വീകരിക്കേണ്ടി വരുമെന്നാണ് CPIM ജനറൽ സെക്രട്ടറി MA ബേബി വിശദീകരിക്കാൻ ശ്രമിച്ചത്. മതസ്വാതന്ത്ര്യത്തിൽ ഉൾപ്പെടെ സ്ത്രീകളുടെ തുല്യതയ്ക്ക് വേണ്ടി പാർട്ടി നിലകൊള്ളും. പാർട്ടി നിലപാടിൽ ഒരു മാറ്റവുമില്ല. എന്നാൽ പാർട്ടി നിലപാട് സർക്കാരിന്മേൽ അടിച്ചേൽപ്പിക്കാൻ പാർട്ടി തയ്യാറല്ല. സ്ത്രീകളുടെ തുല്യതയ്ക്ക് വേണ്ടി നിൽക്കുന്ന പ്രസ്ഥാനമാണ് CPIM, ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾ. സ്വാഭാവികമായിട്ട് വേണം. CPIM-ന് ഇത്തരം കാര്യങ്ങളിൽ പാർട്ടിയുടേതായ അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ പാർട്ടിയുടേതായ അഭിപ്രായങ്ങൾ അതേപടി നടപ്പാക്കണം ഗവൺമെൻറ്റുകൾ എന്ന് പാർട്ടി ഒരിക്കലും പറയാറില്ല. ശബരിമല യുവതീ പ്രവേശനത്തിൽ സർക്കാർ തെറ്റുതിരുത്തിയെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കണ്ടുള്ള നിലപാട് മാറ്റമല്ല ഇതെന്നും മുൻപും ഇടതുപക്ഷം തെറ്റ് തിരുത്തിയിട്ടുണ്ടെന്നും മന്ത്രി. ജനങ്ങളുടെ ആഗ്രഹം ശബരിമലയിൽ സ്ത്രീകൾ കയറണ്ട എന്നാണെന്നുണ്ടെങ്കിൽ ആ ആഗ്രഹത്തിനൊപ്പം ഞങ്ങൾ നിൽക്കും. CPM-ഉം LDF-ഉം തെറ്റ് തിരുത്തിയിട്ടില്ലേ? തെറ്റ് തിരുത്താത്ത പാർട്ടിയാണ്. തെറ്റുതിരുത്തലാണ്, തെറ്റാണ് നമുക്ക് ചെയ്തത്. നമ്മുടെ നിലപാട് ജനങ്ങൾക്ക് അനുകൂലമല്ല, ജനങ്ങളുടെ വിശ്വാസം അതല്ല. തെരഞ്ഞെടുപ്പ് ഇപ്പോഴല്ലേ വന്നത്? ഇത് കഴിഞ്ഞ 4 കൊല്ലമായി ശബരിമലയിൽ ദർശനം 5 ആ സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ എത്ര വർഷമായി? ഇത്രയും വർഷവും ജനങ്ങൾ വളരെ സുഖമായി ശബരിമലയിൽ തൊഴുതു. അതേസമയം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് യുവതീ പ്രവേശന നിലപാടിൽ നിന്ന് സർക്കാർ പിന്നോട്ടു പോയതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. യുവതീ പ്രവേശനത്തിനായി വൻമതിൽ തീർത്ത സർക്കാരാണ് ഇപ്പോൾ നിലപാട് മാറ്റി പറയുന്നത്.
പിണറായി വിജയനും കൂട്ടരും തിരിഞ്ഞോടിയ വഴിയിൽ പുല്ലുപോലും മുളച്ചില്ലെന്നും പ്രതിപക്ഷ നേതാവിന്റെ പരിഹാസം. ദേവസ്വം മന്ത്രി പ്രതിപക്ഷത്തെയാണ് ആക്രമിക്കുന്നത്. പ്രതിപക്ഷം വല്ല തെറ്റും ചെയ്ത ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ നിലപാടിലേക്ക് ഗവൺമെന്റ് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇദ്ദേഹം ദേവസ്വം മന്ത്രിയായിരിക്കുന്ന കാലത്താണ് രണ്ടാമത് അവിടെ വലിയ കളവ് നടത്താൻ ശ്രമിച്ചതെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരായിട്ടാണ് കോടതി പരാമർശം. UDF സർക്കാർ കൊടുത്തൊരു അഫിഡവിറ്റ് കറക്റ്റ് ചെയ്തല്ലേ ഇവര്, അല്ലേ? മാറ്റിക്കൊടുത്തതല്ലേ? ഞങ്ങൾ പിന്തിരിപ്പന്മാരാണ് പ്രതിപക്ഷം. ഞങ്ങൾ ഭയങ്കര പുരോഗമന ചിന്താഗതിക്കാരാണ്, നവോത്ഥാന നായകന്മാരാണ്. പിന്നെ എന്താണ് വൻ മതിൽ കേരളത്തിലുണ്ടാക്കി ഒരു വിട്ടുവീഴ്ച ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് തെരഞ്ഞെടുപ്പായപ്പോൾ ഇട്ടോടിയ ഓട്ട, ആ ഓടുന്ന ഓട്ടത്തിൽ പുല്ലുപോലും മുളയ്ക്കില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.